നമുക്ക് 4-ാം വാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ ഷിബു പറമ്പത്ത്, സിന്ധു മണി, സുകുമാരൻ, സെൽവൻ. അങ്ങനെ 4 പേരാണ് നമ്മുടെ 4-ാം വാർഡിലുള്ളത്. ആദ്യമായിട്ട് സെൽവനെ പരിചയപ്പെടുത്താൻ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. സിന്ധു മണിയും സെൽവനാണ് എത്തിയിരിക്കുന്നത്. സെൽവനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം, എൻ്റെ ഒരു സെൽവൻ, പൂപ്പരക്കൽ വീട്, വെസ്റ്റ് കോളനി. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ പ്രസംഗം പറയുന്നത്. അതിനോട് തെറ്റുകളിന് ക്ഷമിക്കണം. ഞാൻ NDA സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ഞാൻ എൻ്റെ വാർഡ് ജയിക്കുകയാണെങ്കിൽ എൻ്റെ ലക്ഷ്യം പുനർജനി എന്ന പദ്ധതിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ചിറയുണ്ട്. ചിറ നവീകരിച്ച് ഞങ്ങൾക്കിപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. വേനൽക്കാലത്തേക്ക് കുളിക്കാനുള്ള സ്ഥലങ്ങളുണ്ടാവില്ല. അതൊന്ന് എല്ലാം വൃത്തിയാക്കി ചിറ ഞാൻ ഒരു നല്ലൊരു കുളിക്കാനുള്ള സെറ്റപ്പാക്കും. പിന്നെ തോടുകൾ പൊളിഞ്ഞെടുക്കുന്നതാണ്. അത് നന്നായി കെട്ടി സംരക്ഷിക്കും. മാലിന്യം ഇടാണ്ട് സംരക്ഷിക്കും. പിന്നെ ഞങ്ങളുടെ പൊതുവായ ഞാനൊരു ചെറുപ്പക്കാരനാണ്. എൻ്റെ ലക്ഷ്യം യുവാക്കൾക്ക് ഒരു കളിസ്ഥലമാണ്. ആ കളിസ്ഥലം എങ്ങനെയും ഞങ്ങളുടെ വാർഡിലെത്തിക്കാനുള്ള പരിശ്രമം നടത്തും. പിന്നെ യുവാക്കൾക്ക് എന്തെങ്കിലും വ്യവസായം തുടങ്ങാനായിട്ട് ബാങ്ക് വഴി മുദ്ര ലോൺ എടുക്കാനുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ കുടുംബശ്രീ വഴി തരിശായി കിടക്കുന്ന കൃഷിഭൂമിയിൽ കൃഷി ഇറക്കി നല്ലൊരു നാടിനെ ഒരു മാതൃകയാക്കി എൻ്റെ വാർഡ് ഞാൻ വികസിപ്പിക്കും. സെൽവൻ്റെ അഭിപ്രായങ്ങൾ കഴിഞ്ഞു. അടുത്തതായിട്ട് സിന്ധു മണി. എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മലയാറ്റൂർ പഞ്ചായത്തിൻ്റെ 4-ാം വാർഡ് വെസ്റ്റ് ഹരിജൻ കോളനി വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എനിക്ക് മത്സരിച്ച് എന്നെ തിരഞ്ഞെടുക്കാനൊരു സാഹചര്യം ഉണ്ടായാൽ SC സംവരണ വാർഡായ 4-ാം വാർഡിൽ എസ് സിക്കാർക്ക് അനുവദിച്ചിരിക്കുന്ന എല്ലാ ഫണ്ടുകളും അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കും. പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് 4-ാം വാർഡിലെ എല്ലാ വീടുകളിലും ഞാൻ എത്തപ്പെടാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പോരായ്മകൾ ഓരോ വീടുകളിലും ചെന്നപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ സാനിറ്റേഷൻ വർക്കർ എന്ന നിലയിൽ ഞാൻ ഒരു വർഷത്തിൽ 4-5 പ്രാവശ്യം ഓരോ വീടുകളും സന്ദർശിക്കാൻ ഇടവന്നുണ്ട്. അപ്പോൾ ഓരോ വീടുകളിലുള്ള പോരായ്മകൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുൻഗണനാക്രമത്തിൽ എല്ലാവർക്കും എല്ലാവിധ സഹായ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തു നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ നേടിക്കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അതുപോലെ നേടിക്കൊടുക്കാൻ എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, ധൈര്യമുണ്ട്. പിന്നെ ഏറ്റവും ഇടതും വലതും ഭരിച്ചിരുന്ന നമ്മുടെ 4-ാം വാർഡിൽ ഒരു പാർട്ടിക്കാരും എത്തപ്പെടാത്ത ഒരു സ്ഥലമാണ് ചേലച്ചോട് ഭാഗവും മണപ്പാട്ടുചിറ ഭാഗം. അപ്പോൾ അവിടെയൊക്കെ ഒരു സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളൊക്കെ ഒരുപാട് മോശമായിട്ട് കിടക്കുന്നുണ്ട്. ഒരു ആശുപത്രി കേസ് വന്നാൽ തന്നെ ആളുകൾക്ക് നടന്ന് പോകാൻ തന്നെ പറ്റാത്ത രീതിയിലാണ് റോഡുകൾ കിടക്കുന്നത്. അതുപോലെ നെച്ചോട റോഡ്, ആ റോഡിൻ്റെ വികസനങ്ങൾ എത്രയും പെട്ടെന്ന് നേടിക്കൊടുക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. പിന്നെ 4-ാം വാർഡിൽ ഒരുപാട് വയോജനങ്ങളുണ്ട്, നടക്കാൻ പറ്റാത്തവർ, അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഉള്ളൊരു ചികിത്സാ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചികിത്സാ സഹായത്തിന് അപേക്ഷ കൊടുത്ത നമ്മുടെ വാർഡ് മെമ്പറുടെ കയ്യിൽ അപേക്ഷ കൊടുത്തിട്ട് ചികിത്സാ സഹായത്തിൻ്റെ യാതൊരു ആനുകൂല്യങ്ങളും അവർക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു പ്രതിഷേധം നമ്മൾ ചെന്നപ്പോൾ അവർ നമ്മളെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചികിത്സാ സഹായം ഓരോ സംഘടനകൾ വഴിയായിട്ടും നമുക്ക് നമ്മുടെ വാർഡിൽ പല പഞ്ചായത്തുകളിലൊക്കെ അറിയാനിടവന്നാൽ അവരുടെ കയ്യിൽ നിന്ന് അതൊക്കെ മേടിച്ച് അവർക്കൊക്കെ ചികിത്സാ സഹായം നേടിക്കൊടുക്കും. അതുപോലെ ഒരുപാട് യുവാക്കളുണ്ട്, വിദ്യാഭ്യാസം പകുതിക്ക് വെച്ച് നിർത്തിയവർ, വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർ, അവർക്കൊക്കെ എന്തെങ്കിലും ഒരു തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഒക്കെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയായിട്ട് ആലോചിച്ച് അതിനുവേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അവർക്ക് നൽകി അവരെയും ഒരു നല്ല രീതിയിൽ മേൽത്തട്ടിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. പിന്നെ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിക്കണു. കാറാണ് എൻ്റെ ചിഹ്നം. എല്ലാവരും എനിക്ക് വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ
അപേക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തായിട്ട് സെൽവനോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിലവിലുള്ള വ്യവസായങ്ങളെ നിലനിർത്താനും പുതിയ വ്യവസായങ്ങളെ കൊണ്ടുവരാനും വേണ്ടി സെൽവൻ ഒരു മെമ്പറായിട്ട് ജയിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങളുടെ പ്രധാനമന്ത്രി വഴി ഞങ്ങൾക്ക് യുവാക്കൾക്ക് വ്യവസായം തുടങ്ങാനായിട്ട് മുദ്ര ലോൺ എന്ന് തുടങ്ങുന്നുണ്ട്. അത് എന്ത് ആർക്കാണോ വേണ്ടത് അത് ജനങ്ങളെ എത്തിച്ചു കൊടുക്കുകയും പിന്നെ അതിനുള്ള മുൻകൈ എടുക്കും. മുദ്രാ ലോണിന് വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കും. വേറെ എന്തെങ്കിലും ആശയം തോന്നുന്നുണ്ടോ? പിന്നെ കൃഷി നടത്താനുള്ള എല്ലാ സഹായവും നൽകും, ചെയ്തോളൂ. പിന്നെ റോഡുകൾ വികസിപ്പിക്കാനും. അവിടെ സിന്ധു മണി ഈ ചോദിച്ച ചോദ്യം തന്നെ ചോദിക്കുകയാണ്. അതായത് നിലവിലുള്ള വ്യവസായങ്ങളെ നിലനിർത്താനും പുതിയവ ഈ നാട്ടിൽ തുടങ്ങുന്നതിനും അങ്ങനെ തൊഴിലവസരം സൃഷ്ടിക്കാനും ഒരു മെമ്പറായിട്ട് നമ്മൾ വന്നാൽ നമ്മുടെ ഭാഗത്ത് എന്ത് ചെയ്യാൻ സാധിക്കും? എൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാരിൻ്റെതായ യുവാക്കൾ ഒരുപാടുള്ള ഒരു ഏരിയയാണ് 4-ാം വാർഡ്, ഹരിജൻ യുവാക്കൾ. അപ്പോൾ അവർക്ക് നമ്മുടെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അനുവദിച്ച് വന്നാൽ അത് നേടിക്കൊടുത്ത് അവർക്കൊരു സംരംഭം യൂണിറ്റ് പോലൊക്കെ തുടങ്ങി അവരൊരു നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കും. കുടുംബശ്രീ പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ഇപ്പോൾ കുടുംബശ്രീ ആയിട്ടുള്ള എല്ലാ ഏരിയയിലും പ്രവർത്തിക്കൊണ്ട് അവർക്ക് എന്താ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് നേടിക്കൊടുക്കാൻ ഉള്ള പരിശ്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ലോണുകളൊക്കെ വഴിയായിട്ട് എല്ലാവരെയും നല്ല നിലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര വർഷമായിട്ട് സാമൂഹ്യ പ്രവർത്തനമായിട്ട് രംഗത്തുണ്ട്? സാമൂഹ്യ പ്രവർത്തനമായിട്ട് ഒരു 5-8 വർഷമായിട്ടുണ്ട്. 8 വർഷമായിട്ട് രംഗത്തുണ്ട്. കുടുംബശ്രീയിൽ പ്രവർത്തിച്ച് തുടങ്ങിയതാണ്. ഓക്കെ, നമ്മുടെ 2 സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ്. ഇവിടെ വന്ന് യൂണിവേഴ്സൽ സൊസൈറ്റിയുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് തങ്ങളുടെ ആശയങ്ങളിലൂടെ പങ്കുവെച്ച് ജനങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങിച്ചെന്നിരിക്കുന്ന ഈ 2 സ്ഥാനാർത്ഥികൾക്കും നമ്മുടെ സംഘടനയുടെ പേരിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെ പേരിലും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.